കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലഹരി കേസിൽ അറസ്റ്റിലായ ആഷിഖിനും ഷാലിഖിനും കേസുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് പറയുകയാണ്. ഇവർ ഇതിനു മുൻപും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചവരാണെന്നും തൃക്കാക്കര ACP PV ബെന്നി പറഞ്ഞു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും തൃക്കാക്കര ACP വ്യക്തമാക്കി. ഇവർ അവിടെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത്. കാരണം ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ അത് പറയാൻ പറ്റും. രണ്ടുപേരുടെയും പരിശോധിക്കുക. കാരണം ഇല്ലായിരുന്നു അവർ അവകാശപ്പെടുന്നു. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് വെളിവായിൽ മാത്രം അതിനകത്ത് ചേർക്കും. ഇതുവരെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് എന്തെങ്കിലും അങ്ങനെ കിട്ടി കഴിയും. കാരണം നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒത്തിരി തെളിവുകൾ ശേഖരിക്കാൻ കഴിയും. അങ്ങനെ കിട്ടിയാൽ അതിനകത്ത് ഉൾപ്പെടും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, വലിയ ഡിസ്കൗണ്ട് സെയില്, പ്രീ ബുക്കിംഗ് ഓഫർ, കഞ്ചാവ് എത്തുന്നതിന് മുമ്പ് തന്നെ പണമടച്ചാൽ വലിയ ഇളവ് തുടങ്ങിയ ഈ ഏത് ബിസിനസ് മോഡലിലും തോൽപ്പിക്കുന്ന വലിയ വിപണന തന്ത്രമായിരുന്നു അത്. അപ്പോൾ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ, ഈ ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപനമൊക്കെ ഏത് വഴിക്കാണ്? അതിന് പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉണ്ടോ? അശ്മി, നമ്മളിന്ന് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ACP ഇന്ന് പ്രതികരണമായി ഇപ്പോൾ അല്പസമയം മുമ്പ് നടത്തിയത്. അതായത് പിടിയിലായ ആഷിഖും ഷാലിക്കും അവർ സ്ഥിരമായി ഈ ക്യാമ്പസിലേക്ക് എത്തുന്ന ആളുകളാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ അവർ ക്യാമ്പസിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ബൾക്ക് എമൗണ്ടിൽ, വലിയ എമൗണ്ടിൽ കഞ്ചാവ് എത്തിക്കുന്നത് ആദ്യം എന്നാണ് ACP പറഞ്ഞത്. കൂടുതൽ അറസ്റ്റ് ഈ കേസുകൾ ഉണ്ടാകും. ഒപ്പം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓഫർ അടിസ്ഥാനത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമായിരിക്കും നമ്മൾ തന്നെ കേൾക്കുന്നത്. ഈ ഷൂവും അതോടൊപ്പം തന്നെ മറ്റ് ഫ്ലിപ്കാർട്ട് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഓഫർ അടിസ്ഥാനത്തിൽ വിൽക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായാണ് ഓഫർ അടിസ്ഥാനത്തിൽ കഞ്ചാവ് വിൽക്കുന്ന ഒരു ഇന്നോവേഷൻ ഈ പോളിടെക്നിക് ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 300 രൂപ ആദ്യം ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തുന്നതിന് മുൻപ് 300 രൂപ നൽകിയാൽ അവർക്ക് 500 രൂപയുടെ കഞ്ചാവ് ലഭിക്കും. ഇനിയിപ്പോൾ അവർ ഈ കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിയ ശേഷമാണ് പൈസ നൽകുന്നതെങ്കിൽ ഈ 500 രൂപ നൽകേണ്ട സ്ഥാനത്ത് 1000-ഉം അതിൽ കൂടുതൽ തുകയൊക്കെ നൽകേണ്ടി വരും. അങ്ങനെയാണ് ഈ ഓഫറിന്റെ ഒരു ക്രമീകരണം ഉള്ളത്. അതൊക്കെ പോലീസ് ഇതിനോടകം തന്നെ അത് സാധൂകരിക്കുന്ന മൊഴികളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ 2 പേർ, ഈ കേസിൽ നേരിട്ട് ബന്ധമുള്ള പ്രധാനപ്പെട്ട പ്രതികളെന്ന് വിശേഷിപ്പിക്കാവുന്ന 2 പേർ, അതായത് ഈ കുട്ടികൾക്ക് ഈ കഞ്ചാവ് കൈമാറിയ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നുള്ളതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് കഞ്ചാവ് കൈപ്പറ്റിയതാണ് എന്നാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അതങ്ങനെ പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം മൊഴികൾ, ഇത്തരം കേസിലെ പ്രതികളൊക്കെ തടിയൂരാൻ വേണ്ടി പറയുന്ന ഒരു മൊഴിയാണത്. അതുകൊണ്ട് അതിൽ കൂടുതൽ പരിശോധന നടത്തിയായിരിക്കും അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക. മറ്റൊന്ന്, ഈ കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോപണം ഉയർന്നത് ഈ 1.5 കിലോ പിടികൂടിയ ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മുറിയിൽ ആദിൽ എന്ന KSU നേതാവ് താമസിച്ചിരുന്നു. ആദിലിന്റെ കൂടി മുറിയാണത്. ആദിലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്, അല്ലെങ്കിൽ ആദിലിനെ പ്രതി ചേർക്കുന്നില്ല എന്നൊക്കെ SFI വിമർശനമായി ഉന്നയിച്ചിരുന്നു. ഇന്നലെ ആദിലിനെ മൊഴിയെടുത്ത് വിടുകയും ചെയ്തു. അതിലിപ്പോൾ ഒരു മറുപടി ACP പറഞ്ഞിരിക്കുന്നു. ആദിലിനെതിരെ നിലവിൽ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ആദിൽ അന്വേഷണ പരിധിയിലുണ്ട്. ആദിലിനെതിരെ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും പ്രതി ചേർക്കും. ഈ റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത് ആദിൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ ആദിലിനെ അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന ഈ ഘട്ടത്തിൽ പറയാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് പ്രിൻസിപ്പാൾ നൽകിയ പരാതിയാണ്. 12-ാം തീയതിയാണ് DCPക്ക് പരാതി നൽകുന്നത്. 14-ാം തീയതി ഹോളി ആഘോഷം നടക്കുന്ന ക്യാമ്പസിലേക്ക് മദ്യവും മയക്കുമരുന്നുമൊക്കെ സുലഭം, അല്ലെങ്കിൽ എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രിൻസിപ്പൽ പരാതി നൽകിയത്. ആ പരാതിയുടെ ഒരു അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഈ SSP ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ ഒരാഴ്ച തയ്യാറാക്കി നൽകിയിരുന്നു. അതായത് കോളേജിലൊരു വ്യാപക പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ അക്കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അത്തരത്തിലൊരു അന്വേഷണം, അത്തരത്തിലൊരു പരാതി നൽകാൻ പ്രിൻസിപ്പാൾ തയ്യാറായത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു ഇടപെടൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുണ്ടെന്ന് അടിയരവിട്ട് പറയാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോയത് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ആകാശ്, അതോടൊപ്പം തന്നെ ആഷിഖ്, ഷാലിഖ് എന്നിവരാണ്. നേരത്തെ അഭിരാജിനും ആദിത്യനും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത് 2, 3, 4 പേരൊന്നുമല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് സംശയം. ഈ ആഷിഖും ഷാലിഖും എന്ന് പറയുന്ന ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച ആ 2 പേർക്ക് കഞ്ചാവ് നൽകിയത് ആരാണ്? ഇപ്പോൾ 2 കിലോ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത്, അതിൽ കൂടുതൽ കഞ്ചാവ് വന്നിട്ടുണ്ടാകണം. അതിൽ 2 കിലോ ഒരു പങ്കാവണം ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാരാണ് മാരകമായി കിലോ കണക്കിന് കഞ്ചാവ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ആരാണ് എന്ന് പറയുന്നത് റിയൽ കിങ് പിന്നിലേക്ക് എത്തുന്നതുകൊണ്ട് മാത്രമേ അന്വേഷണം പൂർണ്ണമാവുകയുള്ളൂ. അന്വേഷണം പൂർണ്ണമാകും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യാം.